ഇക്കഴിഞ്ഞ ഫെബ്രുവരി 22 മുതലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള നിബന്ധനകളിൽ കേന്ദ്ര സർക്കാർ കുറച്ച് ചേഞ്ച് വരുത്തിയത്. അത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്തത്. ഈ യാത്രയുടെ വിവരങ്ങൾ അന്വേഷിച്ച് കുറേ മെസ്സേജുകൾ വരികയുണ്ടായി. പല ആൾക്കാർക്കും അതിൽ പല സംശയങ്ങളും ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയി ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചത്. ഇതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് PCR ടെസ്റ്റ്, 2 എയർ സുവിധാ പോർട്ടലിൽ നമ്മൾ എൻ്റർ ചെയ്യണം. ഈ 2 ചേഞ്ചസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് PCR ടെസ്റ്റാണ്. നമ്മൾ സാധാരണ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പതിവ് പോലെ തന്നെ ടിക്കറ്റ് എടുക്കുന്നു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ യാത്രയുടെ ടൈം. അതിന് 3 ദിവസത്തിനുള്ളിൽ, അതായത് 72 hours ഉള്ളിലാണ് നമ്മൾ PCR ടെസ്റ്റ് എടുക്കേണ്ടത്. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും PCR ടെസ്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോഴതിൻ്റെ സമയം, ടെസ്റ്റിംഗ് ടൈം, എനിക്ക് റിസൾട്ട് കിട്ടുന്നത് 24 hours റിപ്പോർട്ട് കിട്ടുന്ന സംവിധാനമാണ് ഇപ്പോൾ എല്ലാ മെയിൻ ഹോസ്പിറ്റലുകളിലും ഉള്ളത്. ഞാൻ ടെസ്റ്റ് എടുത്തപ്പോൾ അതിൻ്റെ ചാർജ് 22 റിയാൽ ആയിരുന്നു. അതിൻ്റെ ചാർജ് പ്ലസ് 5 റിയാൽ ഒരു ട്രാവൽ ഡോക്യുമെൻറ്റ് 5 റിയാൽ കളക്ട് ചെയ്തു. അങ്ങനെ ടോട്ടൽ 27 റിയാൽ പെർ ഹെഡാണ് നമുക്ക് ചാർജ് വന്നത്. ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടിക്കറ്റിൻ്റെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി കൊണ്ടുപോകാൻ മറക്കരുത്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ, ആഫ്റ്റർ 24 hours, നെക്സ്റ്റ് ഡേ തന്നെ അവരതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് തരുന്നതാണ്. വാട്സാപ്പ് വഴിയോ മെയിൽ, നമ്മുടെ ഇമെയിൽ ID അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ ID വഴിയോ അവർ നമുക്ക് റിപ്പോർട്ട് അയച്ചു തരുന്നതാണ്. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ എയർ സുവിധാ പോർട്ടലിൽ എൻ്റർ ചെയ്യുകയാണ്, ഫോം ഫില്ല് ചെയ്യുകയാണ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മളുടെ റിപ്പോർട്ടിൻ്റെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും സ്കാൻ ചെയ്ത് നമ്മളുടെ മൊബൈലിൻ്റെ ഏതെങ്കിലും ഫോൾഡറിൽ സേവ് ചെയ്യുക. നമ്മുടെ എയർ സുവിധാ പോർട്ടലിൽ 100 MB മുകളിൽ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിന് താഴെയുള്ള ഒരു സൈസിൽ ഫയൽ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ എയർ സുവിധാ പോർട്ടലിൽ എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എയർ സുവിധാ പോർട്ടലിൽ എൻ്റർ ചെയ്യാൻ നമ്മുടെ മൊബൈലിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. മൊബൈലിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. അത് ചെയ്യേണ്ട വിധം നമ്മുടെ മൊബൈലിൽ സ്ക്രീനിൽ നമ്മുടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ന്യൂഡൽഹി എയർപോർട്ട്.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ എയർ സുവിധ സെലക്ട് ചെയ്താൽ ആ ഫോം നമുക്ക് കിട്ടുന്നതാണ്. എയർ സുവിധ സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ് പറയുന്നത്. നമ്മൾ ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് നമുക്ക് പാസഞ്ചർ അഡ്വൈസറി എന്ന് ഒരു മുന്നറിയിപ്പ് കാണുന്നുണ്ട്. ഓൾ ഇൻ്റർനാഷണൽ അറൈവിംഗ് പാസഞ്ചേഴ്സ് മസ്റ്റ് അപ്ലോഡ് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വൈൽ ഫില്ലിംഗ് ദ സെൽഫ് ഡിക്ലറേഷൻ ഫോം. Passengers arriving from UK, Europe and Middle East will have to also undergo self-paid PCR test at first port of entry. നമ്മൾ ചെല്ലുന്ന എയർപോർട്ടിൽ തന്നെ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഫോം ഫില്ല് ചെയ്ത് തന്നെ കിടക്കാം. അത് നമുക്ക് മുകളിൽ ഇൻറ്റു മാർക്ക് ഉണ്ട്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോമിലേക്ക് കിടക്കാവുന്നതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് എൻ്റർ യുവർ റിക്വസ്റ്റ് നമ്പർ. അത് നമ്മളിപ്പോൾ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ലൈൻ കോൺടാക്ട് നമ്പറാണ്. നമ്മുടെ നാട്ടിലെ കോൺടാക്ട് നമ്പർ ഇതിൽ എൻ്റർ ചെയ്യണം. അതിനുശേഷമുള്ളത് പാസ്പോർട്ട് നമ്പർ. സോ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇത് ഫില്ല് ചെയ്യുമ്പോൾ. പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കുക ഫ്ലൈറ്റ് നമ്പർ. ഫ്ലൈറ്റ് നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്യുക. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ IX നമ്പർ ഉണ്ടാവും. ആ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം PNR നമ്പർ എൻ്റർ ചെയ്യണം. അത് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ഉണ്ടാവും. PNR നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്ക്രീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നാഷണാലിറ്റി, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ലഭിക്കുന്നതാണ്. പാസ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്പോർട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ഓൾറെഡി സേവ് ചെയ്തിരിക്കുക. 1 MB ആണ് സൈസ്. സോ 1 MB കുറഞ്ഞൊരു സൈസിൽ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് തന്നെ, നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക്. അത് കഴിഞ്ഞാൽ അതിൽ ചോദിക്കുക ഡേറ്റ് ഓഫ് അറൈവൽ. നമുക്ക് അവിടെ നിന്ന് തന്നെ ഡേറ്റ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കലണ്ടറിൽ നിന്ന് തന്നെ. അത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ PCR ടെസ്റ്റ് അപ്ലോഡ് ചെയ്യണം. PCR ടെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ നിന്ന് സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡറിൽ നിന്ന് ഒരു 1 MB കുറഞ്ഞൊരു സൈസിൽ വേണം സേവ് ചെയ്യാൻ. സോ അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. പിന്നീട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ കൺട്രി ഓഫ് ഒറിജിൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഏത് രാജ്യത്തു നിന്നാണോ പുറപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ ഡീറ്റെയിൽസ്, രാജ്യമാണോ ആ രാജ്യത്തിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അത് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാ രാജ്യത്തിൻ്റെയും പേരുണ്ട്. അത് സ്ക്രോൾ ചെയ്ത് നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ പേര് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് പോവാം. അതുപോലെ നമ്മുടെ നാട്ടിലെ എയർപോർട്ട് ചെന്നിറങ്ങി കഴിഞ്ഞാൽ വേറെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും കണക്ഷൻ ഫ്ലൈറ്റ് പിടിച്ച് അടുത്ത ഒരു പ്ലേസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ AS സെലക്ട് ചെയ്യുക. ഇതിൽ വേറെ കുഴപ്പിക്കുന്ന
ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ഈ ഫോമിലില്ല. നമ്മൾക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ്, ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇത് മാത്രമേ ഉള്ളൂ. സോ ഇതെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. PCR ടെസ്റ്റിൻ്റെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഓൾറെഡി നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫോം ഫിൽ ചെയ്യാൻ ഈസിയാണ്. അത് രണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ബാക്കിയൊക്കെ നോർമൽ എൻട്രി തന്നെയാണ്. അപ്ലോഡിങ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ നാട്ടിലെ എൻട്രി ചെയ്യുന്ന എയർപോർട്ടിനെ പറ്റി. ഫസ്റ്റ് എയർപോർട്ട് ഓഫ് എൻട്രി അത് നമ്മുടെ അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഏത് എയർപോർട്ടിലേക്കാണോ ചെല്ലുന്നത് അത് സെലക്ട് ചെയ്യുക. അതിന് ഫസ്റ്റ് എയർപോർട്ട് ഓഫ് എൻട്രി ഏത് സ്റ്റേറ്റിലാണെന്നുള്ള സ്റ്റേറ്റും സെലക്ട് ചെയ്യുക. എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ സ്റ്റേറ്റ് അവിടെ സെലക്ട് ആവും. ഫൈനൽ ഡെസ്റ്റിനേഷനാണ് ചോദിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ നമ്പർ, ഹൗസ് നമ്പർ, അതിനുശേഷം സ്ട്രീറ്റ്, വില്ലേജ്, പിന്നുള്ള താലൂക്ക്, പിന്നെ സ്റ്റേറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ് നമുക്ക് അവിടെ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിറ്റി, ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റും. പിൻകോഡ് എൻ്റർ ചെയ്യണം. പിന്നെ അടുത്തത് നമ്മുടെ കോൺടാക്ട് നമ്പർ. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്ത കോൺടാക്ട് നമ്പർ ഓൾറെഡി അവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. അതിനുശേഷം വേറൊരു കോൺടാക്ട് നമ്പറോടെ നമുക്ക് കൊടുക്കാൻ പറ്റും. നാട്ടിൽ തന്നെ രണ്ടാമതൊരു കോൺടാക്ട് നമ്പറോടെ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ലൈനിൽ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം ചോദിക്കുന്നത് 3 കാര്യങ്ങളാണ്. അതിനുശേഷം 3 സിംറ്റംസ് നമ്മളോട് ചോദിക്കുന്നത്. ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളത് ടിക്ക് ചെയ്യുക. നമ്മൾ നോ 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 എന്ന്, ഇല്ല എന്നുണ്ടെങ്കിൽ നോ 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 എന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം ആർ യു സഫറിങ് ഫ്രം എന്ന് ചോദിച്ചിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ക്യാൻസർ, അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെന്നുണ്ടെങ്കിൽ നോ എന്നവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്നാൽ ഡീറ്റെയിൽസ് ഓഫ് സിറ്റീസ്, കൺട്രീസ് വിസിറ്റഡ് ലാസ്റ്റ് 14 days. കഴിഞ്ഞ 14 ദിവസത്തോടെ നമ്മൾ സന്ദർശിച്ചിട്ടുള്ള രാജ്യങ്ങൾ, ഏതെങ്കിലും രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എഴുതുക. ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഏത് കൺട്രിയാണോ സ്റ്റേ ചെയ്യുന്നത് ആ കൺട്രിയുടെ പേര് മാത്രം അവിടെ എഴുതുക. നെക്സ്റ്റ് ലൈന് ഹൗ മെനി പാസഞ്ചേഴ്സ് ആർ ട്രാവലിംഗ്. ഇപ്പം നമ്മൾ ഒറ്റക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ 1, അത് നമ്മുടെ കൂടെ അത്രയും വരുമ്പോൾ അത്രയും അവിടെ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അത് കൂടി വരും. 3 ടിക്ക് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അതിൽ ഐ എഗ്രി അബൌട്ട് ദ ഗൈഡ് ലൈൻസ് എന്ന് 3 ടേംസ് ഉണ്ട്. അത് 3 നമ്മൾ ടിക്ക് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പോർട്ടൽ എൻ്റർ ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾക്ക് അവിടുന്ന് ഒരു നമ്പർ അതിൽ ക്രിയേറ്റ് ആവുകയും ചെയ്യും. നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് അത് ആ ഒരു ഫോം നമ്മുടെ ഇമെയിലിലേക്ക് നമ്മൾക്ക് മെയിൽ വരുന്നതാണ്. നമുക്ക് അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. മൊബൈലിൽ ഇമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് കിട്ടിയ ആ ആപ്ലിക്കേഷൻ നമ്പറിൽ സബ്ജക്റ്റ് വെച്ച് നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു PDF ഫയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സോ ഇതിൽ PDF ഫയൽ ഇതിൽ എഴുതിയിരിക്കുന്നത് പാസഞ്ചർ മസ്റ്റ് ക്യാരി ആൻ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ഓർ സോഫ്റ്റ് കോപ്പി ടു പ്രസൻറ്റ് അറ്റ് ദ എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ മെയിലിൽ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. എന്നാൽ സോഫ്റ്റ് കോപ്പി ചില എയർപോർട്ടിൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ കരുതാൻ ശ്രമിക്കുക. ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പ്രിൻ്റ് എടുത്തിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാൻ. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കാൻ ഒരിക്കലും മറക്കരുത്. കാരണം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ മസ്കറ്റ് എയർപോർട്ടിലും അതുപോലെ തന്നെ നാട്ടിലെ എയർപോർട്ടിലും ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് അവർ ചോദിക്കുന്നുണ്ട്. അത് കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ കരുതാൻ മറക്കരുത്. മസ്കറ്റ് എയർപോർട്ടിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. നമ്മൾ ചെക്കിങ്ങിൻ്റെ സമയത്ത് PCR ടെസ്റ്റും നമ്മുടെ ഈ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും അവിടെ കൊടുക്കേണ്ടതാണ്. അവരെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. പിന്നെ നമുക്ക് സുരക്ഷിതമായി നമ്മുടെ ബാഗിൽ വെക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ആവശ്യം വരുന്നത് നമുക്ക് നാട്ടിലെ എയർപോർട്ടിൽ എത്തിയ ശേഷമാണ് അതിൻ്റെ ആവശ്യം ഉണ്ടാവുക. നാട്ടിലെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എമിഗ്രേഷന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ PCR ടെസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും ഈ ഫോം ഫില്ല് ചെയ്ത് ചോദിച്ചുകൊണ്ട് അവിടെ ആളുണ്ടാകും. അവിടെ കാണിച്ച് PCR ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ അവർ നമ്മളെ അടുത്ത സ്റ്റെപ്പിലേക്ക് എമിഗ്രേഷനിലേക്ക് കടത്തിവിടുകയുള്ളൂ. ഇമിഗ്രേഷൻ പ്രൊസീജിയറിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അതിനുശേഷം നമുക്ക് ബാഗേജ് ഉണ്ടാവും. ബാഗേജ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ PCR ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുക. നമ്മൾക്ക് അവിടെ PCR ടെസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ടാവും. ഈ സ്ഥലത്ത് വീണ്ടും നമ്മൾ ഈ PCR ടെസ്റ്റിൻ്റെ നെഗറ്റീവ് റിസൾട്ട് ഫോം കാണിക്കേണ്ടതാണ്. അവർ ഫോം അവിടെ കളക്ട് ചെയ്യുന്നതാണ്. ഞാൻ വന്നിറങ്ങിയ ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. അവിടെ ഏകദേശം ഒരു 5-6 കൗണ്ടേഴ്സ് ഉണ്ട് PCR ടെസ്റ്റിന് ചെയ്യാൻ വേണ്ടി. പഴയപോലെ ഇപ്പോൾ ഡിലേ കാണുന്നില്ല. ഒരു 2 minutes 3 minutes തന്നെ നമുക്ക് പുറത്തിറങ്ങി നമ്മളുടെ യാത്ര തുടരാവുന്നതാണ്. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ഒരു കൗണ്ടറിൽ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അഡ്രസ്സൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ആ കൗണ്ടർ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. സോ പാസ്പോർട്ടുമായിട്ട് അവിടേക്ക് പോകുക. പാസ്പോർട്ടിൽ നോക്കി നമ്മുടെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക.
ഇനി നമ്മൾ ഈ അടുത്തിടെ എന്തെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ കോവിഡിന് ശേഷം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവരുടെ സിസ്റ്റത്തിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ജസ്റ്റ് പാസ്പോർട്ട് നമ്പർ പറയുമ്പോൾ തന്നെ അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PCR ടെസ്റ്റിനുള്ള കൗണ്ടറിലേക്ക് നമ്മളെ വിടുന്നതാണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടെസ്റ്റ് എടുക്കാൻ പറയുന്നില്ല, എന്നാൽ 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ ടെസ്റ്റ് അവിടെ ചെയ്യുന്നുണ്ട്. ഒരു 2 മിനിറ്റ്സിനുള്ളിൽ ടെസ്റ്റിൻ്റെ പ്രൊസീജിയറെല്ലാം കഴിയും. ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങി നമ്മുടെ യാത്ര തുടരാവുന്നതാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത്തരം വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ മെയിൻലി ഓട്ടോമൊബൈൽ റിലേറ്റഡ് ചാനലാണ്. എമർജൻസി ആയതുകൊണ്ട് മാത്രമാണ് ഈ ഡീറ്റെയിൽസ് ഇതിൽ അപ്ലോഡ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.